വയനാട് പച്ചിലക്കാട്ടെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവ കാട് കയറിയെന്ന് DFO സന്തോഷ് കുമാർ. കാൽപ്പാടുകൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാതിരി വനത്തിലാണ് കാട് കയറിയിരിക്കുന്നത്. അതേസമയം വനമേഖലയിൽ നിരീക്ഷണം തുടരുമെന്നും നിയന്ത്രണങ്ങൾ തുടരേണ്ട സാഹചര്യമില്ലെന്നും DFO വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം DFOയുടെ വാക്കുകൾ കേൾക്കാം. ചീക്കല്ലൂർ പുളിക്കൽ ഭാഗങ്ങളിൽ കണ്ട കടുവയെ തിരിച്ച് കാട് കയറ്റി എന്നുള്ളൊരു വിവരം ഇവരെ അറിയിക്കുകയാണ്. ഈ കടുവയുടെ ഐഡന്റിറ്റി വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി 112 എന്നുള്ളതായിരുന്നു. ഇതിനെ കൃത്യമായിട്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ട്രാക്കേഴ്സ് ടീം ഉപയോഗിച്ചുകൊണ്ട് ട്രാക്ക് ചെയ്ത്, അതുപോലെ തന്നെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചും നമ്മൾ പരിശോധന നടത്തി ഇതിന്റെ കാൽപ്പാടുകൾ പരിശോധിച്ച് ഇത് പാതിരി റിസർവ് വന മേഖലയിലേക്ക് തിരികെ കയറിയിട്ടുള്ളതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. വാർത്തയുടെ വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, ഏതായാലും ഈ ജനവാസ മേഖലയിൽ കണ്ട കടുവ കാട് കയറി എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. എന്തായാലും ആ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. വിവരങ്ങൾ. ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി പ്രദേശത്ത് ഭീതി പരത്തിയ കടുവയാണ് ഇന്ന് ഇപ്പോൾ ഈ പാതിരി വനത്തിലേക്ക് കയറിയിട്ടുള്ളത്. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ആ പ്രദേശത്ത് ഒരുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതേ തുടർന്ന് കടുവ പിന്നീട് പുളിക്കൽ ഭാഗത്ത്, അത് പുളിക്കൽ വയൽ മേഖലയാണ്, ആ വയൽ മേഖലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഈ വനപാലകരും അതുപോലെ തന്നെ പോലീസ് സംഘവും ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ഈ കടുവയ്ക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് ഈ കടുവയെ പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് തൊട്ടടുത്തുള്ള ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ വനമുള്ളത്, ആ വനത്തിലേക്ക് കടത്താനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ ദിവസം വനപാലകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ വനപാലകരുടെ ഈ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഈ കടുവ പിന്നീടും വീണ്ടും ജനവാസ മേഖലയിലേക്ക്, അതായത് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു ജനവാസ മേഖലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഭീതി ജനങ്ങൾക്കിടയിൽ വീണ്ടും ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ഇന്ന് രാവിലെ വീണ്ടും ഈ പ്രദേശങ്ങൾ പരിശോധിച്ചപ്പോൾ തൊട്ടടുത്തുള്ള മറ്റൊരു സ്ഥലത്ത്, അതായത് ഒരു 10 മീറ്ററോളം അപ്പുറത്ത് വീണ്ടും കടുവയുടെ കാൽപ്പാടുകൾ കാണുന്നു. ഇത് നേരെ പോകുന്നത് ഈ വനമേഖലയിലേക്കാണ്. അത് കേന്ദ്രീകരിച്ചാണ് പിന്നീട് വനം വകുപ്പ് പരിശോധന നടത്തിയത്. അതായത് ഈ ഒരു പ്രദേശത്ത് നിന്നും ആ കാൽപ്പാടുകൾ, തൊട്ടപ്പുറത്ത് ഒരു പുഴയുണ്ട്, ആ പുഴ കടന്ന് ഈ ഒരു കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം വരെ ഈ കാൽപ്പാടുകൾ കാണുകയും പിന്നീട് അതേ തുടർന്ന് കടുവ കൃത്യമായി തന്നെ കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്, ഉൾവനത്തിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ തന്നെയും 3 ദിവസമായി വലിയ രീതിയിലുള്ള ഒരു പരിശോധനയാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിരുന്നത്. 2 ദിവസമായി വിദ്യാർത്ഥികൾക്കൊക്കെ അവധി നൽകിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പഴുതടച്ചുകൊണ്ടുള്ള കടുവയ്ക്കുള്ള തെരച്ചിലായിരുന്നു ഈ പ്രദേശത്ത് തുടർന്നു വന്നത്. ശരി, ഏതായാലും കടുവ ഭീതി ഒഴിഞ്ഞിരിക്കുകയാണ് വയനാട്ടിൽ. അർജുനാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. വയനാട് തൃക്കൈപ്പറ്റയിൽ അനധികൃതമായി മരം മുറിച്ചു മാറ്റിയ കേസിൽ നടപടിയെടുത്തിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം.